നമസ്കാരം. ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയിക്കണോ എങ്കിൽ പരാജയത്തിന്റെ ഓർമ്മകൾ പൊട്ടിച്ചെറിയണം. പലപ്പോഴായി ജീവിതത്തിൽ പരാജയങ്ങൾ നമ്മെ തേടിയെത്താറുണ്ട്. ഇങ്ങനെ ചെറിയ പരാജയങ്ങൾ ഏറ്റുവാങ്ങാത്തവരായി ആരും തന്നെ ഉണ്ടാവുകയില്ല. ഇങ്ങനെ ഏറ്റുവാങ്ങിയ പരാജയങ്ങൾ നമ്മെ നിയന്ത്രിക്കാറുണ്ട്. നമ്മുടെ മുമ്പോട്ടുള്ള യാത്രയെ തടസ്സം സൃഷ്ടിക്കും, നമ്മെ നിയന്ത്രിക്കും. അതിനാൽ തന്നെ ഈ ഓർമ്മകളുടെ കെട്ട് പൊട്ടിക്കേണ്ടത് അനിവാര്യമാണ്. ഇവിടെ ഞാനൊരു കഥ പറയാം. ഞാൻ വായിച്ചതാണ്. എനിക്ക് വളരെ അർത്ഥവത്തായി തോന്നിയത്. ഒരിക്കൽ ഒരു സഞ്ചാരി യാത്രക്കിടയിൽ ഒരാൾ ആനകളെ പരിശീലിപ്പിക്കുന്നത് കണ്ടു. ഈ ആനകളെ കാലിലൊരു ചെറിയ കയറ് കൊണ്ടാണ് ബന്ധിച്ചിരിക്കുന്നത്. ഈ കയറുകൾ ആന വിചാരിച്ചാൽ എളുപ്പത്തിൽ പൊട്ടിക്കാൻ കഴിയുമല്ലോ എന്നാണ് സഞ്ചാരി ചിന്തിച്ചത്. ആന കയർ പൊട്ടിച്ചാൽ അത് വലിയ അപകടത്തിൽ കലാശിക്കുകയും ചെയ്യും. സഞ്ചാരി തന്റെ സംശയവും ആനകളെ ഒരു ഇരുമ്പ് കൂട്ടിലടച്ച് പരിശീലിപ്പിച്ചുകൂടെ എന്ന് ആ പരിശീലകനോട് ചോദിച്ചു. എന്നാൽ ഇതിന് മറുപടിയായി പരിശീലകൻ പറഞ്ഞത്, ഇതിനെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ കാലിൽ കയറിട്ടാണ് കെട്ടുന്നത്. അപ്പോഴെല്ലാം കയറ് പൊട്ടിക്കാൻ ആന ശ്രമിക്കുമെങ്കിലും അതിന് സാധിക്കില്ല. കാരണം ആനക്കുട്ടിക്ക് അതിന് ആവശ്യമായ ശക്തിയില്ലല്ലോ. പലതവണ ശ്രമിച്ച് ആനക്കുട്ടി പരാജയപ്പെടും. തന്നെ കൊണ്ട് ഒരിക്കലും ഇത് പൊട്ടിക്കാനാവില്ല എന്ന ചിന്ത ആനയിൽ ഉണ്ടാകുന്നു. ആന വളർന്ന് ശക്തനായ ഗജവീരനായി തീരുമ്പോഴും അന്ന് പരാജയപ്പെട്ടതിൻ്റെ ഓർമ്മകളാൽ തനിക്ക് കയർ പൊട്ടിക്കാൻ സാധിക്കില്ല എന്ന് കരുതൂ. പിന്നീട് ഒരിക്കലും ആന അതിനുവേണ്ടി ശ്രമിക്കില്ല. അതുകൊണ്ട് തന്നെ ആ ആനയ്ക്ക് ഈ കയർ ധാരാളമാണ് എന്ന് പരിശീലകൻ ആ സഞ്ചാരിയോട് പറഞ്ഞു. അതുപോലെയാണ് മനുഷ്യര്. മുമ്പെപ്പോഴോ നമുക്ക് സംഭവിച്ച പരാജയങ്ങൾ, ആ പരാജയങ്ങളുടെ ഓർമ്മകൾ നമ്മളെ വിട്ടു പോകില്ല. നമ്മൾ എന്തു ചെയ്യുമ്പോഴും ആ പരാജയം നമ്മളെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. പുതിയതിലൊക്കെ തന്നെ നമ്മൾ ആ പരാജയത്തിന്റെ ഓർമ്മകൾ കുത്തിത്തരും. പിന്നെ എങ്ങനെ നമ്മൾ വിജയിക്കും? ആ വീഴ്പ്പുപാണ്ഡം നമ്മൾ കളയേണ്ട കാലഘട്ടം കഴിയും. അത് അന്ന് സംഭവിച്ചു. നമ്മൾ ആ പരാജയത്തിന്റെ കാരണങ്ങൾ കണ്ടെത്തി അത് അവിടെ തീർക്കണം, അത് കളയണം. അതുപോലെയാണ് ഒരു കയറ് കൊണ്ട് ബന്ധിപ്പിച്ചപ്പോൾ ആനയ്ക്ക് തോന്നി അതൊരിക്കലും പൊട്ടിച്ചെറിയാൻ പറ്റില്ല. വലുതായപ്പോഴും ആ ചിന്ത ആനയോടൊപ്പം തന്നെ വളർന്നു. ഇവിടെ കാലിൽ ബന്ധിച്ച കയറിനേക്കാൾ ശക്തമാണ് പരാജയത്തിന്റെ ഓർമ്മകളും മനസ്സിലുറച്ച വിശ്വാസങ്ങളും. ഇതുപോലെ എന്നോ പരാജയപ്പെട്ടതിൻ്റെ ഓർമ്മകളാലും തെറ്റായ വിശ്വാസങ്ങളാലും നിങ്ങളെ ബന്ധിച്ച കെട്ടുകൾ പൊട്ടിക്കേണ്ട സമയമായിരിക്കുന്നു. അന്നുള്ള വ്യക്തിയല്ല നിങ്ങളിപ്പോൾ. അതിനേക്കാൾ അറിവും അനുഭവവും ഉള്ള കരുത്തുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് അന്ന് പരാജയപ്പെട്ട മേഖലകളിൽ വിജയിക്കാൻ ഇന്ന് സാധിക്കും. അതിനായി ആത്മവിശ്വാസത്തോടെ പരാജയത്തിന്റെ ഓർമ്മകളെ പൊട്ടിച്ചെറിഞ്ഞ് ശ്രമിച്ചാൽ മതിയാകും. അതിന് നമ്മൾ തന്നെ ശ്രമിക്കണം. അതിന്നു മുതൽ തുടങ്ങും. പരാജയത്തിന്റെ ഓർമ്മകൾ നമുക്ക് വേണ്ട. പക്ഷേ അന്നത്തെ പരാജയത്തിന്റെ കാരണങ്ങൾ കണ്ടുപിടിച്ച് അവയെ പൂർണ്ണമായും തുടച്ചു നീക്കി പുതിയ വിജയത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.